എല്ലാ സ്റ്റേറ്റിനും അമിതമായിട്ട് ഭൂമിയുണ്ട്. There's lot of land in the state, plenty of land. Now let me come and give you an insight. കേരളം എന്താണെന്നുള്ളത്. നമ്മൾ കേരളത്തിൻ്റെ സ്ഥിതി എടുക്കുമ്പം നമുക്ക് 96 ലക്ഷം ഏക്കറേ ഉള്ളൂ കേരളത്തിന്. 96 lakh acre is what Kerala is. It's only 1.15% of India's land holding. And what you need to understand here is, we got the highest forest cover. 32% forest ആണ്, 32%. അപ്പം ബാക്കി സ്റ്റേറ്റിലൊക്കെ 5%, 10% ഒക്കെ ഉള്ളു ഫോറസ്റ്റ്. ലാൻഡ് ആവശ്യം പോലെ ഉണ്ട്. Then we have the Western Ghats, the ecologically fragile land. So you have 30% going for that. Then you come with we have the നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് നമ്മൾ പറയുന്നു. ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും വരുന്നു. വി ഗോട്ട് എ CRZ, a coastal line of 590 kilometers. 590 kilometers എന്ന് പറയുമ്പോൾ അത്രയും ഉള്ള കോസ്റ്റൽ സോൺ റെഗുലേഷൻ ആക്ട് ഇസ് ആപ്ലിക്കബിൾ, വെദർ ഇസ് 200 meters or 500 meters. അങ്ങനെ നമുക്ക് നോക്കുമ്പം ഈ CRZ കാരണം തന്നെ 30,000 ഏക്കർ മാറിക്കിട്ടുകയാണ്. 44 നദിയുണ്ട്. ഒരു നദിയുടെ ആവറേജ് ലെങ്ത് 64 കിലോമീറ്ററാണ്. അപ്പോൾ 2800 കിലോമീറ്റർ നദിയാണ് കേരളം മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും CRZ ഉണ്ട്. ദാറ്റ് ഗോസ് about 70,000 acres, 70,000 ഏക്കറോളം അങ്ങ് മാറും. ദെൻ യു ഹാവ് ദി ബാക്ക് വാട്ടേഴ്സ്. 1950 കിലോമീറ്റേഴ്സാണ് നമ്മളെ ബാക്ക് വാട്ടേഴ്സ് ഉള്ളത്. ഈ 1950 കിലോമീറ്റർ അഗെയിൻ another 25,000 acres goes away. സോ മൊത്തത്തിൽ CRZ കാരണം തന്നെ ഏകദേശം 1.3 lakh acres ആണ് മൊത്തത്തിൽ മാറുന്നത്. സോ യു ഹാവ് എ സിറ്റുവേഷൻ വേർ റോഡ് പോയി, ഡെവലപ്പ് സിറ്റി വന്നു, പഞ്ചായത്ത്, വില്ലേജ് എല്ലാം കഴിഞ്ഞിട്ട് കേരളത്തിന് ഇപ്പോൾ ബാക്കിയുള്ള ഭൂമി ഇസ് ഹാർഡ്ലി 10 to 12 lakh acres. 12 ലക്ഷം ഏക്കർ ഇനി ബാക്കിയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും നിങ്ങളുടെ വരാൻ അടുത്ത തലമുറയ്ക്ക് ഭൂമി പോലും കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അപ്പോൾ ആ കേരള ഗവൺമെൻറ് ഇതിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. CRZ എന്ന് പറഞ്ഞ സാധനത്തിൽ ഇപ്പോൾ 2011 ശ്രീ ജയറാം രമേശ്, when he was the union minister, he came out with a special package for Kerala, for islands in Kerala. ആ സ്പെഷ്യൽ പാക്കേജ് they should extend it to the other parts of the state also. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്ത് വരുമ്പം ദുബായിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം നേരെ കടലിൻ്റെ തൊട്ടടുത്ത് കെട്ടിടങ്ങൾ പൊങ്ങുന്നു, സിംഗപ്പൂരിൽ പൊങ്ങുന്നു, പലയിടത്തും പൊങ്ങുന്നു. എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ എന്നുള്ള തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പം ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ പറയണം. ബിക്കോസ് ഐ എം നോട്ട് ടോക്കിംഗ് ഫോർ എ ബിൽഡിംഗ് ഇൻഡസ്ട്രി, ഓർ ഐ എം നോട്ട് ടോക്കിംഗ് ഫോർ എനി പർട്ടിക്കുലർ ഇൻഡസ്ട്രി. ഐ എം ടോക്കിംഗ് ജനറലി എന്തായിരിക്കണം നമ്മുടെ സമീപനം.